2023 മെയ് 28-നാണ് ഡൽഹിയിൽ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. വിശാലമായ സൗകര്യമുള്ള ഈ മന്ദിരത്തിലെ ലോക്സഭാ ഹാളിലെ കസേരകളുടെ എണ്ണം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം 543 ആണെന്നിരിക്കെ സീറ്റുകളുടെ എണ്ണം 888, അതായത് 345 സീറ്റുകളുടെ വർധനവ്. മണ്ഡല പുനർനിർണയം മുന്നിൽ കണ്ടാണ് ഇത്രയും കസേരകൾ ഇവിടെ ദീർഘവീക്ഷണത്തോടെ ഒരുക്കിയത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ മണ്ഡല പുനർനിർണയത്തിന്റെ തിരക്കിട്ട നീക്കങ്ങളിലാണ്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും തെരഞ്ഞെടുപ്പ് തിരക്കിനിടെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് നടപടി തുടങ്ങാനാണ് തീരുമാനം. വനിതാ സംവരണത്തോടൊപ്പം മണ്ഡല പുനർനിർണയം നടപ്പാക്കാനാണ് നീക്കം. ജനസംഖ്യാനുപാതികമായി മണ്ഡല പുനർനിർണയം നടത്തിയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ഭീകരമായി കുറയുമെന്ന ആശങ്ക തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ കേന്ദ്രം തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. അജിംസ്, ജനസംഖ്യാനുപാതികമായി വീതിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് കേരളത്തിൽ, തമിഴ്നാടിൽ, കർണാടകയിൽ, ആന്ധ്രയിലൊക്കെ ഇത് പ്രാതിനിധ്യം കുറയുമെന്നുള്ളത്. പലയിടത്തും കേരളത്തിൽ 20 എന്നുള്ളത് 12 സീറ്റായി കുറയുമെന്നും തമിഴ്നാട്ടിൽ അതിനേക്കാൾ കുറയുമെന്നൊക്കെയുള്ള പഠനങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് കേന്ദ്രം ഈ നീക്കത്തിന് മുന്നോട്ട് വരുന്നത്? നീക്കത്തിന് മുന്നോട്ട് വരുന്നില്ല, വളരെ പെട്ടെന്ന് പൊടുന്നനെ മുന്നോട്ട് വരുന്നതിൻ്റെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ 2026 വരെയാണ് ഈ മണ്ഡല പുനർനിർണയത്തിൻ്റെ ഫ്രീസിങ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ മണ്ഡല പുനർനിർണയം ഫ്രീസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം രാജ്യത്ത് ജനസംഖ്യാ വർധനവ് തടയുന്നതിനാവശ്യമായ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മതി മണ്ഡല പുനർനിർണയം എന്നുള്ളതുകൊണ്ടാണ് അത് 25 വർഷത്തെ നീട്ടിവെച്ച് 25 വർഷം കഴിഞ്ഞ് 2002 അത് വീണ്ടും 2026 2021 25 വർഷത്തേക്ക് കൂടി വീണ്ടും ഫ്രീസ് ചെയ്തു. അതാണ് 2026 അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായും നിയമപ്രകാരം മണ്ഡല പുനർനിർണയം നടക്കേണ്ടതാണ് ഇപ്പോൾ. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സെൻസസ് നടന്നിട്ടില്ല. 2021 സെൻസസ് നടന്നിട്ടില്ല. ആ സെൻസസ് എന്ന് നടക്കുമെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ ഏറ്റവും അവസാനത്തെ സെൻസസ് വെച്ചിട്ടാണ്, 10 വർഷം കൂടുമ്പോഴുള്ള സെൻസസ് വെച്ചിട്ടാണ് ഭരണഘടനാപരമായി മണ്ഡല പുനർനിർണയം നടക്കേണ്ടത്. ഇപ്പോൾ ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ബില്ലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ ആ സെൻസസ് എന്ന ഡെഫിനിഷൻ തന്നെ എടുത്തു കളയാണ്. സെൻസസ് എന്നാൽ ഡെക്കേഡൽ സെൻസസ് ആണ്, 10 വർഷം കൂടുമ്പോൾ നടക്കുന്ന സെൻസസ് ആണ്. ഇനി മണ്ഡല പുനർനിർണയം ഇനി മുതൽ ഈ ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സായാൽ ഇനി മുതൽ മണ്ഡല പുനർനിർണയം നടക്കുക പാർലമെൻറ്റ് ഏതൊന്നിനെയാണോ സെൻസസ് ഡാറ്റയായി അംഗീകരിക്കുന്നത് അതനുസരിച്ചായിരിക്കും. അപ്പോൾ പാർലമെൻറ്റ് തീരുമാനിക്കും ഏത് സെൻസസ് ഡാറ്റ അനുസരിച്ച് മണ്ഡല പുനർനിർണയം നടക്കണമെന്ന്. അതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യലായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ജനസംഖ്യ പോപ്പുലേഷൻ കൺട്രോൾ നടത്തിയിട്ടുള്ള, അതിൽ വിജയകരമായി കൺട്രോൾ നടത്തിയിട്ടുള്ള കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾക്ക് സ്വാഭാവികമായും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയും എന്നൊരാശങ്കയുണ്ട്. കാരണം ജനസംഖ്യാനുപാതികമായിട്ടാണെങ്കിൽ ഇവിടെയുള്ള ജനസംഖ്യ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. സീറ്റുകളുടെ എണ്ണം കുറഞ്ഞേക്കാം. അങ്ങനെ കുറയില്ല എന്നുള്ളതായിരുന്നു ഈ പ്രൊപ്പോസൽ മുന്നോട്ട് വന്ന അന്ന് മുതൽ അമിത്ഷാ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ കുറയില്ല, ആർക്കും കുറയില്ല, കൂടുകയുള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആരുടെയും കുറയ്ക്കില്ല. പക്ഷേ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സീറ്റ് കുറയ്ക്കുക കൂടിയാണ്, ജനസംഖ്യാനുപാതികമായ സീറ്റിൻ്റെ എണ്ണം കുറയ്ക്കുക കൂടിയാണ്. അമിത്ഷാ ആരും ആശങ്കപ്പെടേണ്ടതെന്ന് ഇതിനു മുമ്പും പറഞ്ഞ ചില നിയമ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് കർഷക ബില്ല്, പൗരത്വ ഭേദഗതി ബില്ല്, ഇങ്ങനെ തുടങ്ങിയ കുറേയധികം ബില്ലുകളിൽ ആരും പേടിക്കേണ്ട, ഇത് പൗരത്വം കളയാനുള്ള ബില്ലല്ല, പൗരത്വം കൊടുക്കാനുള്ള ബില്ലാണെന്നുള്ളതായിരുന്നു പൗരത്വ നിയമത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലുള്ളൊരു ഗ്യാരണ്ടി മാത്രമായിട്ടാണ് അതിൻ്റെ എല്ലാവരും കാണുന്നുള്ളൂ. ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അതിശക്തമായ ഭാഷയിൽ കേന്ദ്രത്തോട് ഒരു വെല്ലുവിളി നടത്തി കഴിഞ്ഞു. ഞങ്ങളോട് ആലോചിക്കാതെ, പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളുമായി കൂടി ആലോചിക്കാതെ ഒരു ഭരണഘടനാ ഭേദഗതി നീക്കത്തിന് മുന്നോട്ട് പോയാൽ അത് ഞങ്ങൾ തമിഴ്നാട് സമ്മതിക്കില്ല, തമിഴ്നാട് മൊത്തം തെരുവിലിറങ്ങും, പ്രൊട്ടസ്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ കൂടുതൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടി സ്റ്റാലിന് പുറകെ ഈ നിലപാടുമായി മുന്നോട്ട് വരുമായിരിക്കും. എന്നാലും ഇത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നുള്ള ഒരു പ്ലാനിലാണ് കേന്ദ്ര സർക്കാർ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇനി വരാൻ പോകുന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അധികാരത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്ലാൻ നടപ്പായി കഴിഞ്ഞാൽ, സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായും UP, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റ് കൂടുകയും അവിടെയെല്ലാം BJP കൂടുതൽ സ്വാധീനമുള്ളതാണ്. അപ്പോൾ BJP കൂടുതൽ സീറ്റുകളുടെ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സീറ്റുകൾ കൂടുതൽ വന്നാൽ ഇനിയും BJP അധികാരത്തിൽ വരാനാണ് സാധ്യത. അത് മൊത്തം ഇന്ത്യയുടെ മൊത്തം ഭാവി എന്താക്കി മാറ്റുമെന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. വളരെ പ്രകടമായ അസമത്വമാണ് ഇതിലൂടെ വരാൻ പോകുന്നത്. രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് കൂടുതൽ ജനപ്രതിനിധികളും താഴ്ഭാഗത്ത് വളരെ കുറഞ്ഞ ജനപ്രതിനിധികളും, അങ്ങനെ പാർലമെന്റിൽ വലിയ അസമത്വം. അത് ഫെഡറൽ തത്വങ്ങളെ പൂർണ്ണമായി ലംഘിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇത് വളരെ വ്യക്തമാണല്ലോ. ഇത് 2023 വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കിയതാണ്. അന്ന് അടുത്ത സെൻസസുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ആ പഴയ സെൻസസ് വേണ്ട, 2011 സെൻസസ് മതി, വനിതാ സംവരണ ബില്ല്. എന്നിട്ട് വനിതകൾക്കൊക്കെ പ്രധാനമന്ത്രി കത്തയക്കുകയാണ്, നമ്മൾ ഭയങ്കര സംഭവമാണ്, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വളരെ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വനിതാ സംവരണ ബില്ലിനെ
നോർത്ത് ഇന്ത്യയിലെ BJP സ്റ്റേറ്റുകൾക്ക് വളരെ വലിയ സീറ്റ് കിട്ടാൻ പോകുന്ന മണ്ഡല പുനർനിർണയവുമായി ലിങ്ക് ചെയ്യാനുള്ളൊരു തന്ത്രമാണ് സംഭവം. വളരെ ലളിതമാണ്. അതായത് നാരി ശക്തി, സ്ത്രീ ശക്തി, സ്ത്രീകൾക്ക് കൂടുതൽ സംവരണം, 33% സംവരണം എന്ന് പറഞ്ഞൊരു ബില്ല് കൊണ്ടുവരിക, അതിൻ്റെ കൂടെ മറ്റൊരു ബില്ലോട് എടുത്തു വയ്ക്കുക. അത് നേരത്തെ ഉള്ള പ്ലാനാണ്. ആ പ്ലാൻ അനുസരിച്ച് 543 സീറ്റുകൾ എന്നുള്ളത് 850 സീറ്റുകളായി ഉയർത്തുക. നോർത്ത് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകൾക്കും ജനസംഖ്യ കൂടുതലുള്ള സ്റ്റേറ്റുകൾക്കും കൂടുതൽ സീറ്റുകൾ കിട്ടുക. ഇത് രണ്ടുകൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ ആളുകൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് മോദിയുടെ ബുദ്ധി. അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ പ്രശ്നം ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വളരെ സജീവമായി ഇടപെട്ടതുകൊണ്ട് ആ കുറ്റത്തിന് സംസ്ഥാനങ്ങൾ പിഴ ഈടാക്കണം, പിഴ കൊടുക്കണം എന്നുള്ളതാണ് മോദി പറയുന്നത്. 2, ഫെഡറൽ തത്വങ്ങൾ റദ്ദാക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇത് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞത് മുതൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് സൗകര്യമുള്ളത് ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹേസ്റ്റിൻ്റെ ബില്ലിൽ ഒരു കാര്യവും കൂടി ഉണ്ട്. ഇപ്പോഴെന്താണ് ഈ ബില്ല് ഇത്രയും പെട്ടെന്ന് വന്നത്? മണ്ഡല പുനർനിർണ്ണയം അടക്കമുള്ള നടപടികൾ വളരെ പെട്ടെന്ന് നടപ്പിലാക്കി. സെൻസസ് കഴിഞ്ഞാൽ പിന്നെ 1 വർഷം കഴിയും. മണ്ഡല പുനർനിർണ്ണയത്തിന് കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയൊക്കെ വെച്ച് 2029 പുതിയ ഇലക്ഷൻ വരണമെങ്കിൽ അത് പൂർത്തിയാവില്ല. അതുകൊണ്ടാണ് ഇത് ചെയ്തത്. ഒരു കാര്യം കൂടെ വരാൻ പോവുകയാണ്. 2029 പാർലമെന്റ് ഇലക്ഷൻ മാത്രമായിരിക്കില്ല വരാൻ പോകുന്നത്. വരുന്നത് ഇന്ത്യ മുഴുവൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടെ വരും. അതാണ് BJPയുടെ അടുത്ത പ്ലാൻ. 1 നേഷൻ 1 ഇലക്ഷൻ പദ്ധതി വരും. ചുരുക്കത്തിൽ സംസ്ഥാനങ്ങളിലെ സീറ്റുകളുടെ മണ്ഡല പുനർനിർണ്ണയം, ദേശീയതലത്തിലുള്ള സീറ്റുകളുടെ പുനർനിർണ്ണയം, ഇന്ത്യ മുഴുവൻ തെരഞ്ഞെടുപ്പ്, അതിലേക്കുള്ള ഒരു ഗ്രാൻഡ് പ്ലാനിന്റെ 2ാം ഘട്ടം. കേരളത്തിൽ വരാൻ സർക്കാരിന് അധികം ആയുസില്ല. 3 വർഷം ഉണ്ടാവുള്ളൂ. എഴുതി വെച്ചോ. 1 നേഷൻ 1 ഇലക്ഷൻ ആണ് പദ്ധതി. സംസ്ഥാനങ്ങളുടെ ടെന്യൂറും അന്ന് തീരും. യെസ്, അങ്ങനെ വനിതാ സംവരണ ബില്ലിൻ്റെ തണലിൽ മറ്റൊരു ബില്ല് കൂടി കൊണ്ടുവന്ന് എല്ലാവരും അംഗീകരിക്കുന്ന വനിതാ സംവരണ ബില്ല്, പക്ഷേ അതിൻ്റെ കൂടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വല്ലാതെ ബാധിക്കുന്ന ഒരു ബില്ലുമായി കേന്ദ്രം വരികയാണ്. അതിൻ്റെ ഭീകരമായ അവസ്ഥയാണ് ഇപ്പോൾ സ്റ്റാലിനൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്.